ഹലോ, ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചായ ഉണ്ടാക്കാം. നമ്മളെല്ലാവരും എന്നും ചായ ഉണ്ടാക്കി കുടിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ ഒരേ ടേസ്റ്റിൽ എന്നും ചായ ഉണ്ടാക്കുന്നതിൽ നിന്ന് മാറിയിട്ട് നമുക്കൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ ഒരു ചായ ഉണ്ടാക്കാം. ഈ ഒരു ചായൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കുടിക്കാത്ത ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാകുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഗസ്റ്റ് എല്ലാം വരുന്നവരെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ അതൊരു വെറൈറ്റി ചായ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചായപാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ അളവിന് അനുസരിച്ച് ഇഷ്ടത്തിനു ആഡ് ചെയ്യുക. ഞാനിവിടെ 2 ഗ്ലാസ് ചായക്കുള്ള അളവാണ് എല്ലാം പറയുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളത്തിന് 1.5 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനി ഒരു 2 മിനിറ്റ് 1 മുതൽ 2 മിനിറ്റ് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള ആ ഒരു കടുപ്പത്തിൽ ചായ കിട്ടുള്ളൂ. ആ ഒരു കടുപ്പത്തിൽ ഈ ചായ ഉണ്ടാക്കിയെടുത്താലാണ് ടേസ്റ്റ്. അപ്പോൾ ഇത് നമ്മുടെ 2 മിനിറ്റ് വരെ ഞാനിതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്ര മതി, ഈ 2 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അതിലേക്ക് ഞാൻ 1.5 കപ്പ് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് പാലും 1.5 ടേബിൾ സ്പൂണ് ചായപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു പാല് ജസ്റ്റ് ഒന്ന് തിളച്ച് പൊങ്ങുന്നതോടുകൂടി നമുക്കിത് തീ ഓഫ് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ സാധാരണ ചേർക്കാത്ത ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, വാനിലയുടെ പൗഡറാണ്. വെനില പൗഡർ ഇല്ലാത്തവർക്ക് വെനില എസൻസ് ഉപയോഗിക്കാം. വെനില പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 3/4 ടീസ്പൂണ് വെനില പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക. വെനിലയുടെ ഫ്ലേവർ അതിലുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യേണ്ട. ഇല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ അതിന് വരും. വെനില എസൻസ് ഉപയോഗിക്കുന്നവർ 1/2 ടീസ്പൂണ് വെനില എസൻസ് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു മണവും ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ചായയും ആയിരിക്കും. ഗസ്റ്റിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ചായ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പാലിവിടെ നല്ലോണം പൊങ്ങി വരുന്നുണ്ട്. ഇത് നല്ല കംപ്ലീറ്റ് പൊങ്ങി വന്നാൽ ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. മറിയുന്നതിന് മുന്നേ ഓഫ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഞാൻ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു അരിപ്പയിലൂടെ അരച്ച് നമ്മുടെ ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇതേപോലെ തന്നെ വേറൊരു ചായയുടെ റെസിപ്പി കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്ഷീണം മാറാനും തലവേദനക്കൊക്കെ വളരെ നല്ലൊരു ചായ ആയിരുന്നു. അത് നല്ല ടേസ്റ്റുമാണ് കുടിക്കാൻ. അപ്പോൾ അത് കാണാത്തവർ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.